ആദ്യം തന്നെ നമുക്ക് ഈ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. സാറ് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ, അല്ലെങ്കിൽ സാറ് പറയുന്നത് കറക്റ്റാണോ എന്നൊക്കെ നമുക്ക് കേട്ടൊന്ന് നോക്കിയിട്ട്. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ വിസ്മയ മോഹൻലാൽ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധമില്ലാത്ത കുട്ടിയാണ്. സ്ട്രീറ്റ് ഡോഗിനെ കണ്ടാൽ പോലും അതിന് വേണ്ടിയിട്ട് സംസാരിച്ച് അതിനെ സേഫാക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. പിന്നെ പുറത്തു പോയി പഠിച്ച, അതാണ് മെയിൻ പോയിന്റ്, പുറത്തു പോയി പഠിച്ചൊരു കുട്ടിയാണ്. പുറത്തു പോയി പഠിച്ച കുട്ടിക്ക് എങ്ങനെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധം ഉണ്ടാവും? ആ സാർ അങ്ങനെയാണ് പറയുന്നത്. പുറത്തു പോയി പഠിച്ച കുട്ടികൾക്കൊന്നും കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധമില്ലാത്ത ആളുകളാണെന്ന് പറയുന്നു. എക്സാമ്പിൾ വിസ്മയ മോഹൻലാൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പുറത്തു പോയി പഠിച്ച എത്ര ആളുകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്നത്? നമ്മുടെ പൂർവികർ ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു, ഗാന്ധിജി, അങ്ങനെ എത്ര മഹാത്മാരാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത്. എവിടെ പഠിച്ചു എന്നതിലല്ല കാര്യം, പഠിച്ച കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാവർത്തികമാക്കുന്നു, എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നതിലാണ് കാര്യം. അതുപോലെ തന്നെ സാറ് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. അവിടെ, അതായത് ജന്തർ മന്ദറിൽ പ്രക്ഷോഭത്തിനിരിക്കുന്ന ആളുകൾ, കുട്ടികൾ, അത് കുട്ടികളല്ല കുട്ടന്മാരാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരു തിരുത്തുണ്ട്. പ്രക്ഷോഭത്തിനിരിക്കുന്ന ആളുകളല്ല എൻ്റെ പൊന്നു സാറേ കുട്ടന്മാർ. പ്രക്ഷോഭത്തിനിരിക്കുന്ന ആളുകളെ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആളുകൾ ഇറക്കിയിട്ടുള്ള കുറേ കുട്ടന്മാരുണ്ട്, കുട്ടപ്പന്മാരുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്. അപ്പം അവരെയാണ് പോയി വിമർശിക്കേണ്ടത്. എനിക്കൊന്ന് 10-60 വയസ്സ് ഞാൻ കണ്ടായിരുന്നു, യൂണിഫോമൊക്കെ ഇട്ട് ചിരിച്ച് ഒരു അപ്പൂപ്പൻ. എനിക്കൊന്ന് 10-60 വയസ്സായെന്ന് തോന്നുന്നു അപ്പൂപ്പനെ. അപ്പൂപ്പ ഇപ്പോഴും അങ്ങ് പിള്ളേരെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിരിക്കുന്നു, കളിക്കുന്നു. പിന്നെ നിങ്ങളുടെ യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ, നിങ്ങൾ അവിടെ പോയി ചോദിക്കുക എന്തുകൊണ്ട് യൂണിഫോം ഇല്ല, എന്തുകൊണ്ട് ഒരു ഫോഴ്സിന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫോഴ്സായിട്ട് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് യൂണിഫോം ഇടുന്നില്ല, എന്തുകൊണ്ട് നെയിം പ്ലേറ്റ് ഇല്ല അവർക്ക്, യൂണിഫോമിൽ എന്ത് നെയിം പ്ലേറ്റ് ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചെങ്കിൽ സാറ് കിട്ടില്ലെന്ന് ഞാൻ പറയും. പിന്നെ വേറൊരു കാര്യം സാറ് പറഞ്ഞായിരുന്നു, ജന്തർ മന്ദറിൽ നിൽക്കുന്ന നീറ്റിൻ്റെ ഫുൾ ഫോം പോലും അറിയാത്ത ആളുകളാണ് അവിടെ വന്ന് പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നതൊക്കെ പറഞ്ഞു. സിസ്റ്റം ഒരു മോശം അവസ്ഥയിലൂടെ പോവുകയാണ്. അത് ഏത് സിസ്റ്റം ആയിക്കോട്ടെ, അഗ്രികൾച്ചറോ എഡ്യൂക്കേഷനോ സ്പോർട്സോ, ഏത് സിസ്റ്റം ആയിക്കോട്ടെ, ഒരു സിസ്റ്റം മോശം അവസ്ഥയിലൂടെ പോവുകയാണ്. നമ്മൾ പ്രതികരിക്കുക, തെറ്റ് കണ്ടാൽ അവിടെ പ്രതികരിക്കുക, വരും തലമുറയ്ക്ക് വേണ്ടി അവിടെ പ്രതികരിക്കുക. അതല്ലേ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നീറ്റ് എന്താണ്, നീറ്റിന് ഫുൾ ഫോം പഠിക്കുക, നാളെ എനിക്ക് ജന്തർ മന്ദറിലോട്ട് പോകണം, അപ്പോൾ അതിനുകൊണ്ട് നീറ്റ് എന്താണ്, നീറ്റിനെ കുറിച്ച് എന്താണ്, എന്തൊക്കെ പഠിച്ച് ഡിഗ്രി എടുത്ത് സീലിലടിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. പ്രതികരിക്കുക. അറ്റ്ലീസ്റ്റ് അവർ പ്രതികരിക്കുന്നെങ്കിലും ചെയ്യുന്നില്ലേ? നമ്മൾ പ്രതികരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുക. കാരണം വരും തലമുറ, ഫ്യൂച്ചറാണ് അവിടെ കിടന്ന്